2020 ജൂൺ 19 തമിഴ്നാട്ടിലെ ഒരു വൈകുന്നേരം. ചെറിയ രീതിയിൽ ചാറ്റൽ മഴയുണ്ട്. 2020 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കൊറോണയും ലോക്ക്ഡൌണുമാണ്. അതെ, ഒരു ലോക്ക്ഡൌൺ കാലത്തെ കഥയാണിത്. ചുറ്റുവട്ടത്തെങ്ങും ആരുമില്ല. ഇടയ്ക്കിടെ വരുന്ന പോലീസ് വണ്ടിയുടെ ശബ്ദം മാത്രമായിരുന്നു. വളരെ കുറച്ചു നേരം മാത്രം കടകൾ തുറന്നിടാം. വളരെ അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങാം. ഇത്തരത്തിൽ കർശന നിയന്ത്രണങ്ങളിലൂടെയാണ് തമിഴ്നാടും കടന്നു പോകുന്നത്. തൂത്തുക്കുടിയിലെ കാമരാജൻ ചൗക്കിലെ ഒരു മരപ്പണിശാല. അവിടെ ഒരാൾ ധൃതിപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മരപ്പണിക്കാരനാണ് ജയരാജൻ. ജീവിതത്തിന്റെ ദുരന്ത കാലങ്ങളിലൂടെ വളരെ പാടുപെട്ട് കടന്നു പോകുകയായിരുന്നു കൊറോണ സമയത്ത് ഓരോ മനുഷ്യരും. അങ്ങനെ അത്യാവശ്യമായി കിട്ടിയ പണികൾ വേഗം തന്നെ തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന വരുമാനവുമായി വീട്ടിലേക്ക് പോകാം. ഇത്തരത്തിലൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടായിരുന്നു ജയരാജൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരമായിട്ട് സമയം പോയതൊന്നും അയാൾ അറിഞ്ഞിരുന്നില്ല. അത്രയ്ക്കും തിരക്ക് പിടിച്ചാണ് അയാൾ ഓരോ പണിയും തീർത്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ഒരു പോലീസ് വാഹനം ആ കടയ്ക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. മിന്നൽ വേഗത്തിൽ പോയ ആ വാഹനം പെട്ടെന്ന് തന്നെ റിവേഴ്സ് ഗിയറിലിട്ട് തിരിച്ചു വരികയും ചെയ്തു. പാതി ഷട്ടറിൽ തുറന്നിട്ടിരിക്കുന്ന മരപ്പണി ശാലയെ ലക്ഷ്യമാക്കിയായിരുന്നു ആ പോലീസ് വാഹനം എത്തിയത്. മരപ്പണി ശാലയ്ക്ക് മുന്നിൽ പോലീസ് വാഹനം നിർത്തിയിട്ട് അതിൽ നിന്ന് 3 പോലീസുകാർ ചാടി ഇറങ്ങി ആ മരപ്പണി ശാലയിലേക്ക് കയറി. സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ബാലകൃഷ്ണൻ, ഇൻസ്പെക്ടർ ശ്രീധരൻ, പിന്നെ കോൺസ്റ്റബിൾ മുത്തുരാജും കൂടിയായിരുന്നു ആ വണ്ടിയിൽ നിന്നും ഇറങ്ങിയത്. തന്റെ ജോലിയിൽ മുഴുകിയിരിക്കുന്ന ജയരാജൻ പെട്ടെന്ന് പോലീസുകാരെ കണ്ടപ്പോ ഒന്ന് പേടിച്ചു. വേഗത്തിൽ അയാൾ ധൃതിപ്പെട്ട് എഴുന്നേറ്റു. അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും 15 മിനിറ്റ് കഴിഞ്ഞല്ലോ, നിനക്കൊന്നും കടയടക്കാറായില്ലടാ എന്ന് പോലീസുകാർ വളരെ ദേഷ്യത്തിൽ ചോദിച്ചു. പോലീസിന്റെ ശബ്ദം വല്ലാതെ അങ്ങ് ഉയർന്നപ്പോൾ ജയരാജൻ വളരെ പതിഞ്ഞ സ്വരത്തിൽ പോലീസിനോട് മറുപടി പറഞ്ഞു. സാറേ, അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കേണ്ട പണിയാ. സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. സത്യത്തിൽ ഞാൻ ക്ലോക്ക് ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് തന്നെ ഈ പണി തീർത്തിട്ട് ഞാൻ കടയടച്ചോളാം. എന്നാൽ പോലീസിന്റെ മുഖഭാവം കണ്ടപ്പോൾ ജയരാജൻ അതത്ര പന്തിയായി തോന്നിയില്ല. അയാൾ വേഗം തിരിഞ്ഞുകൊണ്ട് കടയടക്കാനുള്ള കാര്യത്തിലേക്ക് കടന്നു. എന്നാൽ പോലീസുകാർ വിട്ടില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാ. ഇനി നീയൊക്കെ കൊറോണ വന്ന് ചത്താലും പണി നമുക്ക് പോലീസുകാർക്കാ. വന്ന് വേഗം ജീപ്പിൽ കയറിക്കോ. പോലീസുകാർ വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ സമയം നോക്കിയില്ല. ഒരു 15 മിനിറ്റ് അല്ലേ കഴിഞ്ഞുള്ളൂ. ഞാൻ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് പോയിക്കോളാം. ജയരാജൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയി. എന്നാൽ പോലീസിന് ജയരാജന്റെ ഈ പ്രതികരണം ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കയറടാ വണ്ടിയിൽ എന്ന് ആക്രോശിച്ചുകൊണ്ട് കോൺസ്റ്റബിൾ മുത്തുരാജ് ജയരാജനെ വലിച്ചു. എന്നാൽ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ 3 പോലീസുകാരും ചേർന്ന് ജയരാജനെ വലിച്ചഴിച്ച് പോലീസ് ജീപ്പിലേക്ക് ഇട്ടു. അവിടെ നിന്ന് തന്നെ ജയരാജനെ പലതവണ പോലീസുകാർ അടിച്ചു. ഇവിടെ ജയരാജന്റെ കടമുറി പാതി അടച്ചിരിക്കുകയാണ്. പോലീസുകാർ വലിച്ചഴിച്ച് ജയരാജനെ ജീപ്പിലേക്ക് കയറ്റുന്നത് പലരും ദൂരെ നിന്നും കണ്ടിരുന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ അവർ വേഗം തന്നെ ജയരാജന്റെ മകന്റെ അടുത്തേക്കാണ് ഓടിയത്. തൂത്തുക്കുടിയിലെ സാത്താൻകുളം പോലീസ് സ്റ്റേഷൻ ടൗണിനടുത്ത് തന്നെ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുകയായിരുന്നു ജയരാജന്റെ മകനായിട്ടുള്ള ബെനിക്സ്. ബെനിക്സിന്റെ പ്രായം ഏകദേശം 31-32 വയസ്സ് കാണും. ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ബെനിക്സ് നേരെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. ഇനി അങ്ങോട്ട് നടക്കുന്ന സംഭവങ്ങൾ മനസാക്ഷിയെ നടുക്കുന്ന സംഭവങ്ങളാണ്. മനസ്സിന് കട്ടിയില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത്. നിയമത്തെ സംരക്ഷിക്കേണ്ടവർ നരാധകന്മാരായപ്പോൾ സാത്താൻകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന ആരും ഞെട്ടിക്കുന്ന കഥകളുടെ വേരുകൾ തേടി നമുക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പോലീസ് സ്റ്റേഷന്റെ വാതിൽ അകത്തു നിന്ന് കുറ്റിയിട്ടിരിക്കുന്നു. ബെനിക്സും തന്റെ കൂട്ടുകാരനും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ആരും തന്നെ പുറത്തില്ല. നേരം വളരെ ഇരുട്ടിയിട്ടുണ്ട്. ബെനിക്സ് പലതവണ അച്ഛന്റെ പേര് വിളിച്ചിട്ടും അച്ഛന്റെയോ പോലീസുകാരുടെയോ ഒരൊറ്റ അനക്കം പോലും പുറത്തേക്ക് കേട്ടില്ല. എന്നിട്ടും അവിടെ നിന്ന് പോകാൻ ബെനിക്സ് കൂട്ടാക്കിയില്ല. അയാൾ പിന്നെയും പിന്നെയും വിളിച്ചു. അവസാനം ഒരു പോലീസുകാരൻ കതക് തുറന്ന് പുറത്തേക്ക് വന്നു. എന്റെ അച്ഛനെ അല്പസമയം മുമ്പ് പോലീസുകാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? ദയവ് ചെയ്ത് എനിക്കൊപ്പം അദ്ദേഹത്തെ വിടണം. സ്റ്റേഷന്റെ പുറത്തു നിന്നും ബെനിക്സിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അകത്തു നിന്ന് അച്ഛൻ ജയരാജൻ വല്ലാത്തൊരു ശബ്ദത്തിൽ കരയാൻ തുടങ്ങി. താൻ ഏറെ സ്നേഹിക്കുന്ന തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ ഇങ്ങനെ കരയുന്നത് കേട്ടപ്പോൾ ബെനിക്സിന് ഇത് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ബെനിക്സ് പോലീസുകാരനെ തള്ളി മാറ്റിക്കൊണ്ട് അകത്തേക്ക് കയറി. അകത്ത് തന്റെ പ്രായമായ അച്ഛനെ സബ് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ വളരെ ക്രൂരമായി തല്ലി ചതയ്ക്കുന്നതായിരുന്നു ബെനിക്സ് കണ്ടത്. ഒരു മകനും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടു നിൽക്കാനാകില്ല. എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തില്ല, അദ്ദേഹത്തെ ഇങ്ങനെ തല്ലി ചതയ്ക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ബെനിക്സ് ഇൻസ്പെക്ടർ ബാലകൃഷ്ണനെ തടഞ്ഞു. പോലീസ് ഇൻസ്പെക്ടറെ തടയുന്നോടാ എന്നും ചോദിച്ചുകൊണ്ടായിരുന്നു കോൺസ്റ്റബിൾ മുത്തുരാജ് വന്നത്. അയാൾ ബെനിക്സിനെ പൊതിരെ തല്ലാൻ ആരംഭിച്ചു.
ആദ്യമൊക്കെ അച്ഛന് നേരെയുള്ള അടി ബെനിക്സ് തടഞ്ഞെങ്കിലും പിന്നീട് 1, 2, 3 പോലീസുകാർ ചേർന്ന് ബെനിക്സിനെ അടിക്കാൻ ആരംഭിച്ചു. ഇത്തരത്തിലുള്ള ക്രൂരമായ അടികൾ തടയാൻ ബെനിക്സിന് സാധിച്ചിരുന്നില്ല. അയാൾ കരയാൻ തുടങ്ങി. തനിക്ക് കിട്ടുന്ന അടിയുടെ വേദനയോർത്തായിരുന്നില്ല ബെനിക്സ് കരഞ്ഞത്. അച്ഛനെ അടിക്കുമ്പോൾ ആ മകന്റെ നെഞ്ചിൽ കത്തി കൊള്ളുന്നത് പോലെയുള്ള വേദനയായിരിക്കാം. മുഖത്തും അടിവയറ്റിലും കാലിലും നെഞ്ചിലും എല്ലാം പോലീസുകാർ മാറി മാറി ഷൂസുകൾ കൊണ്ട് ചവിട്ടാൻ ആരംഭിച്ചു. അകത്ത് കയറിയ ബെനിക്സിന്റെയും ജയരാജന്റെയും നിലവിളികൾ സാത്താൻകുളം പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് വന്നു. ഇത് തടയാനായി ഒരു പോലീസ് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷന്റെ വാതിൽ കൊട്ടിയടച്ചു. രാത്രി ഏറെ വൈകിട്ടും പ്രോട്ടോകോളുകൾ ലംഘിച്ചുകൊണ്ട് ജയരാജൻ കട തുറന്ന് പ്രവർത്തിപ്പിച്ചു എന്നായിരുന്നു ജയരാജന് നേരെ എഴുതിയ FIRൽ പോലീസ് കൂട്ടിച്ചേർത്തത്. എന്നാൽ ഇത് ചോദ്യം ചെയ്യുമ്പോൾ മകൻ വന്ന് നിയമം തടസ്സപ്പെടുത്തി. പോലീസുകാരെ കയ്യേറ്റം ചെയ്തു. ഇത് മകൻ ബെനിക്സിന് നേരെയും FIRൽ ചേർത്തു. 19-ാം തീയതി രാത്രി എന്ന് പറഞ്ഞത് ആ അച്ഛന്റെയും മകന്റെയും ജീവിതത്തിൽ നിന്നും ഒരിക്കലും മറക്കാനാവാത്ത രാത്രിയായിരുന്നു. അത്രമാത്രം കൊടും പീഡനങ്ങൾ ആ പാവങ്ങൾ അനുഭവിച്ചു. എന്നാൽ ഇതുകൊണ്ടൊന്നും നിർത്താൻ പോലീസുകാർ തയ്യാറായില്ല. ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും നൽകാതെ അച്ഛനെയും മകനെയും ക്രൂരമായി പോലീസുകാർ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതിനു മാത്രം എന്ത് തെറ്റാണ് അച്ഛനും മകനും ചെയ്തത്? ജയരാജനെ പോലീസ് കൊണ്ടുപോയി. അത് ചോദിക്കാൻ പോയ മകൻ ബെനിക്സിനെയും പോലീസ് തടവിലാക്കി. ഈ ഒരു വാർത്ത കേട്ട് ബെനിക്സിന്റെയും ജയരാജന്റെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അത്യാവശ്യമെങ്കിൽ നമുക്ക് കൂടെ ഒരു അഡ്വക്കേറ്റും ഉള്ളത് നല്ലതാണെന്ന് കരുതിയായിരിക്കാം അവർ ഒരു അഡ്വക്കേറ്റിനെയും കൊണ്ടുവന്നിരുന്നു. ജയരാജനെയും മകനെയും വിട്ടുതരണമെന്ന് നാട്ടുകാരും അഡ്വക്കേറ്റും പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞ മറുപടി അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു എന്നും ഇനി SI വന്നതിന് ശേഷം ഇവരെ മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്രയും പെട്ടെന്ന് ഹാജരാക്കണമെന്നുമാണ്. എങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം നിങ്ങൾക്ക് ഇവരെ കൊണ്ടുപോകാം. ശരിക്കും ഇത് കേട്ടപ്പോൾ നാട്ടുകാർ പരസ്പരം നോക്കി പോവുകയാണ്. എന്താ ഇവർ ചെയ്ത തെറ്റ്? ഒന്ന് കാണാൻ പോലും അനുവദിക്കാത്ത എന്ത് വലിയ കുറ്റമാണ് ഇവർ ചെയ്തത്? ഇത് ചിലർ പോലീസിനോട് ചോദ്യം ചെയ്തപ്പോ പോലീസുകാർ അവരെ വിരട്ടി ഓടിച്ചു. ഇടയ്ക്കിടെ സാത്താൻകുളം സ്റ്റേഷനിൽ നിന്നും ആ അച്ഛന്റെയും മകന്റെയും തേങ്ങലുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോ ഇത്തരത്തിലുള്ള തേങ്ങലുകൾ കേട്ടുകൊണ്ട് എങ്ങനെ ഇവരെ ഇവിടെ ആക്കിയിട്ട് പോകും എന്നായിരുന്നു ആ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ചിന്തിച്ചിരുന്നത്. ചിലർ ഇടയ്ക്കിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്, ആ പാവങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുത്തോ? അവർക്ക് കുടിക്കാൻ വെള്ളമോ മറ്റും ആവശ്യമുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് നാട്ടുകാർ ചോദിക്കുമ്പോൾ പോലീസുകാർ ഇതിനൊന്നും മൈൻഡ് പോലും കൊടുത്തില്ല എന്നതാണ് സത്യം. നേരം വളരെ വൈകി. ബെനിക്സിനെയും ജയരാജനെയും ഒരു തവണയെങ്കിലും കണ്ടിട്ടേ പോകൂ എന്നും പറഞ്ഞുകൊണ്ട് ചിലർ ആ പരിസരത്ത് തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട്. അങ്ങനെ രാത്രി 9:45 കൂടി സർക്കിൾ ഇൻസ്പെക്ടർ രഘു ഗണേഷ് അവിടേക്ക് വന്നു. രഘു ഗണേഷിനെ കണ്ടപ്പോൾ തന്നെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. കാരണം ഇനി ഈ പാവങ്ങൾ ഇങ്ങനെ അടികൊള്ളേണ്ടി വരില്ലല്ലോ. രഘു ഗണേഷ് സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ വിട്ടയക്കുമെന്നായിരുന്നു അവർ ആദ്യം ധരിച്ചിരുന്നത്. എന്നാൽ സർക്കിൾ ഇൻസ്പെക്ടർ രഘു ഗണേഷ് പുറത്തു കൂടി നിന്ന് ആരുടെയും മുഖത്ത് നോക്കാതെ നേരെ സ്റ്റേഷനകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയ പാടെ അയാൾ കോൺസ്റ്റബിളിനോട് വാതിലുകൾ അടക്കാൻ പറഞ്ഞു. ഇനിയിപ്പോ അകത്ത് എന്താ നടക്കുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ശബ്ദം പുറത്തേക്ക് വരും, അത്രമാത്രം. രഘു ഗണേഷ് അകത്ത് കയറിയിട്ട് അല്പസമയത്തിന് ശേഷം സ്റ്റേഷന്റെ അകത്തു നിന്നും നിലവിളികൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. പിന്നീട് അത് തേങ്ങലായി. പിന്നെ അങ്ങോട്ടത് വളരെ വേദനാജനകമായിട്ടുള്ള ഞരക്കങ്ങൾ മാത്രമായിരുന്നു. പുറത്തു നിന്നവർക്ക് ഇത് കേട്ടു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പോലീസ് സ്റ്റേഷനകത്ത് 10-12 പോലീസുകാരുണ്ട്. അവരോട് ഈ അച്ഛനും മകനും എങ്ങനെ എതിർത്ത് നിൽക്കും? ഇതൊക്കെയായിരുന്നു നാട്ടുകാരുടെ മനസ്സിലോടിയ ചിന്തകൾ. എന്നാൽ പോലീസ് സ്റ്റേഷനകത്ത് നടന്നത് അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളായിരുന്നു. SI രഘു ഗണേഷ് വന്ന പാടെ കാര്യങ്ങൾ തിരക്കി. അവരെ ഇങ്ങോട്ട് വലിച്ചിട് എന്നായിരുന്നു അയാൾ പറഞ്ഞ മറുപടി. ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ട് മറ്റു പോലീസുകാർക്ക് അതൊരു പ്രചോദനമായിരുന്നു. വെറും ഇന്നർ വെയറിൽ മാത്രം നിൽക്കുകയായിരുന്ന അച്ഛനെയും മകനെയും ആ പോലീസുകാർ പോലീസ് സ്റ്റേഷന്റെ ഹാളിലേക്ക് വലിച്ചിട്ടു. വെറും തറയിൽ ഇന്നർ വെയർ മാത്രമിട്ട് ശരീരമാകെ മുറിവുകളും ചതവുകളുമായി ആ 2 ശരീരങ്ങൾ അവിടെ അങ്ങനെ കിടന്നു. ശരീരമാകെ തല്ലിച്ചതച്ച പാടുകളായിരുന്നു. ചുണ്ടിലും കണ്ണിലും മുറിവുകളുണ്ട്. നെഞ്ചിലും അടിവയറ്റിലും തൊടയിലുമെല്ലാം ഷൂസിന്റെ പാടുകൾ. അതുപോലെ കാലിലും തൊടയിലുമൊക്കെ ലാത്തിയുടെ വലിയ മാർക്കുകളുമുണ്ട്. ഇത്തരത്തിൽ ഒരു സഹതാപവും ഇല്ലാതെ മനുഷ്യന്മാരെ അടിക്കുകയാണെങ്കിൽ അവർ എത്രമാത്രം ക്രൂരന്മാരായിരിക്കണം. എന്നാൽ ഇവിടം കൊണ്ടൊന്നും തീർക്കാൻ അവർ ഉദ്ദേശിച്ചിരുന്നില്ല. പോലീസിന്റെ ഡ്യൂട്ടി തടയുന്നോടാ എന്നും ചോദിച്ചുകൊണ്ട് രഘു ഗണേഷ് അലറിക്കൊണ്ട് ആ അച്ഛന്റെയും മകന്റെയും ചെകിട്ടത്തേക്ക് അടിച്ചു. അതിനുശേഷം കയ്യിലെ ലാത്തിയെടുത്ത് 2 പേരെയും മാറി മാറി ഒതിരെ തല്ലാൻ തുടങ്ങി. ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങളെ വെറുതെ വിടണം എന്നൊക്കെ പറയണമെങ്കിൽ ആ ശരീരത്തിന് അല്പമെങ്കിലും ശക്തി ഉണ്ടാവണം. ആ 2 ശരീരങ്ങളും വല്ലാതെ വേദന കൊണ്ട് മരവിച്ചിരുന്നു. എന്തോ ഒരു പക തീർക്കുന്നത് പോലെയായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ അവരെ അടിക്കുന്നത്. പോലീസ് ആരാണെന്ന് നിന്നെയൊക്കെ കാണിച്ചു തരാം
എന്നും പറഞ്ഞുകൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ അവരെ പൂർണ്ണ നഗ്നരാക്കാൻ ആവശ്യപ്പെട്ടു. മറ്റു പോലീസുകാർ വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് അവരെ പൂർണ്ണ നഗ്നരാക്കി. എന്നാൽ അന്നേ ദിവസം രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ഒരു ലേഡി കോൺസ്റ്റബിൾ കൂടി ഉണ്ടായിരുന്നു. പേര് രേവതി. രേവതിക്ക് ഇവർ ചെയ്യുന്ന ഈ വൃത്തികേടുകൾക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ സാധിക്കുമായിരുന്നില്ല. ഈ വൃത്തികേടുകൾക്ക് നേരെ ശബ്ദമുയർത്താൻ ആ ലേഡി കോൺസ്റ്റബിൾ ഭയന്നിരിക്കാം. വിവസ്ത്രരായി ശരീരമാസകലം വേദനയും മുറിവുകളും നിറഞ്ഞ് ആ അച്ഛനും മകനും വളരെ നിസ്സഹായ അവസ്ഥയിൽ രേവതിയെ ഒന്ന് നോക്കി. സത്യത്തിൽ ആ നോട്ടം രേവതിക്ക് തന്റെ ശരീരമാകെ ചുട്ടു പൊള്ളുന്നത് പോലെ തോന്നി. ഇതുകൊണ്ടൊന്നും നിർത്താൻ ആ പോലീസുകാർ തയ്യാറായില്ല. അവർ അച്ഛനെയും മകനെയും തറയിൽ തന്നെ കമിഴ്ത്തി കിടത്തി. എന്നിട്ട് മലദ്വാരത്തിലേക്ക് തങ്ങളുടെ കൈവശമുള്ള ലാത്തികൾ കയറ്റി. വളരെ ക്രൂരമായി ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ ആർക്കും കണ്ടു നിൽക്കാനാവില്ലായിരുന്നു. പലതവണ മലദ്വാരത്തിലൂടെ ഇത്തരത്തിലുള്ള നീച പ്രവൃത്തികൾ ചെയ്തതിനു ശേഷം അവർ ലാത്തി മാറ്റി അതിനു പകരം വലിയ ഇരുമ്പ് ദണ്ടുകൾ ഉപയോഗിച്ചു. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ജീവനോടെ ഈ പ്രവൃത്തികളൊക്കെ അനുഭവിച്ച ആ അച്ഛന്റെയും മകന്റെയും അവസ്ഥ എത്രത്തോളം വേദനാജനകമായിരിക്കും. 20-ാം തീയതി നേരം പുലരുന്നത് വരെ 10ഓളം പോലീസുകാർ ആ 2 ജീവനുകളിൽ നരനായാട്ട് തന്നെ നടത്തി. ആദ്യമൊക്കെ വല്ലാതെ കരഞ്ഞെതിർത്തവർ പിന്നീട് കരയാതെയായി. വരുന്നവരും പോകുന്നവരും ആ അച്ഛനെയും മകനെയും ഷൂസുകൾ കൊണ്ട് ചവിട്ടി. അതെന്തിനാണെന്ന് വെച്ചാൽ ഷൂസുകൾ കൊണ്ട് ചവിട്ടുമ്പോൾ അവർ ഒന്ന് ഞെരുങ്ങും, ഒന്ന് അനങ്ങും. ഇത്തരത്തിൽ അനങ്ങുമ്പോൾ അവർ മരിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. നേരം വെളുത്തു. സാത്താൻകുളം പോലീസ് സ്റ്റേഷനിൽ വല്ലാത്തൊരു രക്തഗന്ധമായിരുന്നു. ബെനിക്സിന്റെയും ജയരാജന്റെയും ശരീരത്തിൽ നിന്നും നിർത്താതെ രക്തം വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോ ഒരു പോലീസുകാരൻ പറഞ്ഞു, ഇന്ന് രാവിലെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകേണ്ടവരാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു കോൺസ്റ്റബിൾ നേരെ ഒരു തുണിക്കടയിൽ പോയി അത്യാവശ്യമായി 2 ലുങ്കികൾ വാങ്ങി വന്നു. എന്നാൽ മലദ്വാരത്തിലൂടെ വരുന്ന രക്തസ്രാവം തടയാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല. പല മുണ്ടുകൾ മാറി മാറി അവർ ഉപയോഗിച്ചു. അച്ഛനെയും മകനെയും ഭീഷണിപ്പെടുത്തി പുറമെ നിന്ന് നോക്കുമ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെന്ന രീതിയിൽ അവർ റെഡിയാക്കി നിർത്തി. സ്റ്റേഷന് പുറത്തേക്ക് ആ അച്ഛനെയും മകനെയും കൊണ്ടുവന്നപ്പോൾ പുറത്തു നിൽക്കുന്നവർക്ക് ഇത് കണ്ടു നിൽക്കാനായില്ല. അത്രയ്ക്കും വേദനാജനകമായ ഒരു കാഴ്ചയായിരുന്നു അത്. താങ്ങി പിടിച്ചുകൊണ്ടായിരുന്നു അച്ഛനെയും മകനെയും പോലീസ് ജീപ്പിലേക്ക് കയറ്റിയത്. ഡോക്ടറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് എത്രയും പെട്ടെന്ന് പ്രതികളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. പുറത്തു നിൽക്കുന്നവരോട് ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജൂൺ 20-ാം തീയതി രാവിലെ പോലീസ് കോവിൽപ്പട്ടി സർക്കാർ ആശുപത്രിയിലേക്ക് വണ്ടി വിട്ടു. എന്നാൽ ആശുപത്രിയിൽ എത്തിയതിനു ശേഷവും 6ഓളം ലുങ്കികളാണ് ഈ രക്തസ്രാവം മൂലം അവർ മാറ്റിയത്. ജയരാജനെയും ബെനിക്സിനെയും ഡോക്ടർ വെണ്ണിലയുടെ മുന്നിൽ പരിശോധനയ്ക്കായി എത്തിച്ചു. തുടർച്ചയായി രക്തസ്രാവമുണ്ട്. മുഖത്തൊക്കെ പല അടി കിട്ടിയ പാടുകൾ. എന്നിട്ടും ഡോക്ടർ വെണ്ണില അവർ ഫിറ്റ് എന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി. തന്റെ ലാഭ നേട്ടത്തിനു വേണ്ടിയോ അതോ ഭീഷണികൾ ഭയന്നു ഡോക്ടർ വെണ്ണില ചെയ്തത് തെറ്റായിരുന്നു. അവിടെ നിന്നും പോലീസുകാർ അവരെ കൊണ്ടുപോയത് സാത്താൻകുളം മജിസ്ട്രേറ്റിന് മുന്നിലായിരുന്നു. അല്പസമയം കാത്തു നിന്നപ്പോ മജിസ്ട്രേറ്റ് ബി ശരവണൻ തന്റെ വീടിന്റെ ബാൽക്കണിയിൽ വന്നു നിന്നു. പോലീസുകാർ പറയുന്നത് കേട്ടു. തന്റെ മുന്നിൽ നിൽക്കുന്ന പ്രതികൾ എന്ന് പറയുന്നവരുടെ ദേഹപരിശോധന നടത്താനോ എന്തിന് അവർ പറയുന്ന വാക്കുകൾ കേൾക്കാൻ പോലും മജിസ്ട്രേറ്റ് തയ്യാറായിരുന്നില്ല. എന്നിട്ടും പ്രതികൾ എന്ന് സംശയിക്കുന്ന ഇവരെ കുറച്ചു ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാമെന്ന് റിപ്പോർട്ടും എഴുതിക്കൊണ്ട് മജിസ്ട്രേറ്റ് വീടിനകത്തേക്ക് കയറിപ്പോയി. സാത്താൻകുളത്തെ പെരുണിയിൽ ഒരു ജില്ലാ ജയിൽ ഉണ്ടായിരുന്നിട്ട് പോലും പോലീസുകാർ പ്രതികൾ എന്ന് സംശയിക്കുന്ന ഈ അച്ഛനെയും മകനെയും നേരെ കൊണ്ടുപോയത് അവിടെ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള കോവിൽപ്പെട്ടിയിലെ സബ് ജയിലിലേക്കായിരുന്നു. അപ്പോഴേക്കും ജയരാജനും ബെനിക്സിനും വേണ്ടി വാദിക്കാൻ അവിടേക്ക് ഒരു അഡ്വക്കേറ്റ് വന്നിരുന്നു. എന്നാൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും അഡ്വക്കേറ്റിനെ ഒന്ന് കാണിക്കാൻ പോലും പോലീസുകാർ സമ്മതിച്ചില്ല. സത്യത്തിൽ പോലീസുകാരുടെ ഇത്തരം പ്രവൃത്തികൾ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നത് പോലെ ബന്ധുക്കൾക്കും അഡ്വക്കേറ്റിനും തോന്നി തുടങ്ങി. 2010 ജൂൺ 22 വൈകുന്നേരം ആകുമ്പോഴേക്കും ബെനിക്സിന്റെ ബ്ലീഡിംഗ് കൂടി വന്നു. ജയരാജന്റെയും അവസ്ഥ ഏകദേശം അതുപോലെ തന്നെ. അവിടെ അവശരായി കുഴഞ്ഞു വീണ ബെനിക്സിനെ പോലീസുകാർ കോവിൽപ്പെട്ടി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു. എന്നാൽ ജൂൺ 22 രാത്രി 9:30 കടുത്ത രക്തസ്രാവത്തെ തുടർന്ന് ബെനിക്സ് ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു. അന്നേ ദിവസം രാത്രി 10:30 ജയരാജനും ഇതേ അവസ്ഥ തുടർന്നു. അമിതമായിട്ടുള്ള രക്തസ്രാവം. പോലീസ് വേഗം തന്നെ ജയരാജനെയും അതേ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പുലർച്ചെ 4:30 വരെ അയാൾ മരണത്തോട് മല്ലടിച്ചു. ഒടുക്കം വേദനയില്ലാത്ത ലോകത്തേക്ക് തന്റെ മകനൊപ്പം അച്ഛനും യാത്രയായി. തണുത്ത് വിറങ്ങലിച്ച് ഒരുപാട് വേദനകൾ സഹിച്ച് തല്ലിച്ചതച്ചിരുന്ന ആ 2 ശരീരങ്ങൾ സർക്കാർ ആശുപത്രിയിലെ 2 മൂലകളിലായി അങ്ങനെ അങ്ങ് കിടന്നു. നേരം വെളുത്തപ്പോഴേക്കും ഈ വാർത്ത നാട്ടിലാകെ കാട്ടുതീ പോലെ പടർന്നു. ജയരാജനെയും ബെനിക്സിനെയും കസ്റ്റഡിയിൽ വെച്ച് പോലീസുകാർ മർദ്ദിച്ചു കൊന്നു. അന്ന് തമിഴ്നാട്ടിൽ ഇത് വലിയൊരു പ്രക്ഷോഭത്തിന്റെ തുടക്കമായിരുന്നു. ജൂൺ 23 രാവിലെ മുതൽ പ്രതിഷേധങ്ങൾ ശക്തമായി തുടങ്ങി.
കൊറോണയാണെന്ന് പോലും വകവയ്ക്കാതെ ഗവൺമെന്റിന്റെ പ്രോട്ടോകോളുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ തെരുവിലിറങ്ങി പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. പോലീസുകാർക്കെതിരെയുള്ള ബാനറുകൾ കെട്ടി. ജൂൺ 24-ന് ആഭ്യന്തര വകുപ്പ് സർക്കിൾ ഇൻസ്പെക്ടർ രഘുഗണേഷിനെയും സബ് ഇൻസ്പെക്ടർ ബാലകൃഷ്ണനെയും കോൺസ്റ്റബിൾ മുത്തുരാജിനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കി. കൂടാതെ അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും സ്ഥലം മാറ്റി. എന്നാൽ ഇതുകൊണ്ടൊന്നും പ്രതിഷേധക്കാർ അടങ്ങിയില്ല. നരാധകരെ തക്ക ശിക്ഷ ലഭിക്കും വരെ പ്രതിഷേധിക്കുമെന്ന് അവർ വെല്ലുവിളിച്ചു. മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ച് ഈ പ്രശ്നത്തിൽ സ്വമേധയാ കേസെടുത്തു. ജസ്റ്റിസുമാരായ വി പുളകേന്തി, പി എൻ പ്രകാശ് എന്നിവരടങ്ങിയ ബെഞ്ച് തൂത്തുക്കുടി SP കോടതിയിൽ വിളിച്ചു വരുത്തി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. 3 ജഡ്ജിമാർ അടങ്ങിയ പാനൽ ജയരാജിന്റെയും ബെനിക്സിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. വീഡിയോയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും ഹൈക്കോടതിയിൽ സബ്മിറ്റ് ആക്കി. മനുഷ്യാവകാശ കമ്മീഷൻ ഈ കേസിൽ വളരെ ശക്തമായി ഇടപെട്ടു. ആഭ്യന്തര വകുപ്പിനോട് കേസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും തമിഴ്നാട് മൊത്തത്തിൽ ഈ പോലീസിനെതിരെ പ്രക്ഷോഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സിനിമാ ലോകത്ത് പ്രമുഖരായിട്ടുള്ള ഖുഷ്ബു, സൂര്യ, ജയം രവി, പ്രിയങ്ക ചോപ്ര പോലുള്ള പ്രമുഖ കേസിന്റെ നീതിക്കായി വാദിച്ചു. 2020 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ട്വീറ്റ് ചെയ്ത സബ്ജക്ട് ആയിരുന്നു സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലെ മർഡർ കേസ്. 2020 ജൂൺ 28-ന് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ആയിട്ടുള്ള എടപ്പാടി കെ പളനിസ്വാമി കേസ് CBIക്ക് വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ടു. സത്യത്തിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഈ കേസ് മൂലം അന്നത്തെ ഗവൺമെന്റിനോട് വല്ലാത്തൊരു അവിശ്വാസം ഉടലെടുക്കുകയായിരുന്നു ഉണ്ടായത്. ജനങ്ങളെ സംരക്ഷിക്കേണ്ട നിയമപാലകർ തങ്ങൾക്കെതിരായപ്പോൾ അവരോടുള്ള കടുത്ത വിദ്വേഷം അത് ജനങ്ങൾക്ക് അവിടുത്തെ സർക്കാരിനോടും തോന്നി തുടങ്ങി എന്ന് തന്നെ വേണം പറയാൻ. കേസിന്റെ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ പ്രതിയായ കോൺസ്റ്റബിൾ മുത്തുരാജൻ അഡീഷണൽ പോലീസ് സൂപ്രണ്ടായ D കുമാറിന്റെയും ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായ പ്രതാപന്റെയും മുമ്പിൽ വെച്ച് MS ഭാരതിദാസൻ മജിസ്ട്രേറ്റിനോട് വളരെ മോശമായി പെരുമാറിയെന്നും ഇതിനെതിരെ ചോദ്യം ചെയ്ത മജിസ്ട്രേറ്റിനോട് കുമാറും പ്രതാപും നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും വളരെ മോശമായി വെല്ലുവിളിച്ചെന്ന് മജിസ്ട്രേറ്റ് MS ഭാരതിദാസൻ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. മുത്തുരാജനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പ്രതാപനും കുമാറിനുമെതിരെ ശക്തമായ നിയമ നടപടികൾ എടുത്തു. തുടർന്ന് തൂത്തുക്കുടി ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. സാത്താൻകുളം പോലീസ് സ്റ്റേഷനിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ നിയമിക്കുക. ആ സ്റ്റേഷൻ നിയന്ത്രണം മൊത്തത്തിൽ റവന്യൂ വകുപ്പിന് കൈമാറുക. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു പോലീസ് സ്റ്റേഷൻ ചുമതല റവന്യൂ വകുപ്പിന് നൽകിയ ഇത്തരത്തിലുള്ള ഉത്തരവ്. കേസന്വേഷണം CBIക്ക് വിട്ടുകൊടുത്താലും CBI വന്ന് കേസ് അന്വേഷണം തുടങ്ങുന്നത് വരെ ഈ കേസ് CBCID അന്വേഷിക്കണമെന്ന് അന്നത്തെ തമിഴ്നാട് ഗവൺമെന്റ് ഉത്തരവിട്ടു. CBCIDയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള അനിൽകുമാർ ഈ കേസ് ഏറ്റെടുക്കുമ്പോൾ കോടതി അദ്ദേഹത്തോട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ കേസിൽ മരിച്ചവർ അനുഭവിച്ച വേദനകളും അവരുടെ നിലവിളികളും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. പിറ്റേ ദിവസം തന്നെ CBCID പ്രതികളെന്ന് സംശയിക്കുന്ന 10 പേരെയും അറസ്റ്റ് ചെയ്തു. ഇതിന് ശക്തമായൊരു സാക്ഷി ഉണ്ടായിരുന്നു. തന്റെ വർഗത്തോട് ക്രൂരമായ കാര്യങ്ങൾ ചെയ്തപ്പോഴും നിസ്സഹായായി നോക്കി നിന്ന കോൺസ്റ്റബിൾ രേവതി. അവൾ ശക്തമായ സ്വരത്തിൽ പറഞ്ഞു: ഈ 10 പേരും ചേർന്ന് ആ പാവങ്ങളെ മൃഗീയമായി കൊന്നു. ഞാനത് കണ്ടു. പല മുണ്ടുകൾ മാറ്റിയിട്ടും രക്തസ്രാവം നിൽക്കാതെ രക്തമൊഴുകി. ആ പാവങ്ങളെ ഇവർ കൊന്നു. ഒന്നും ചെയ്തില്ല എങ്കിലും താൻ കൂടി സാക്ഷിയായ ആ അച്ഛന്റെയും മകന്റെയും മരണത്തിന് സാക്ഷി പറഞ്ഞ രേവതിയുടെ കണ്ണുകൾ വല്ലാതെ ഭയന്നുകൊണ്ട് കുറ്റവാളികളെ ചൂണ്ടിക്കാട്ടി. രേവതിക്ക് പ്രൊട്ടക്ഷൻ നൽകണമെന്ന് തമിഴ്നാട് ഗവൺമെന്റിനോട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. കാരണം ഇതിനോടകം തന്നെ പ്രതികളായിട്ടുള്ള 10 പേരുടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും രേവതിയെ വിളിച്ച് ഭീഷണി തുടങ്ങിയിരുന്നു. CBCID അറസ്റ്റ് ചെയ്ത 10 പേരെയും CIDക്ക് കൈമാറി. അച്ഛനെയും മകനെയും പോലീസ് സ്റ്റേഷനിൽ ഇട്ട് പീഡിപ്പിച്ച ലാത്തികളും കണ്ടെത്തി. സ്റ്റേഷനിലെ ചുമരുകളിൽ ഒട്ടിപ്പിടിച്ച ബ്ലഡ് സ്റ്റെയിൻ ലാത്തിയിലെ ബ്ലഡ് സ്റ്റെയിനും ഒന്നു തന്നെയാണെന്ന് ഡൽഹി CFSLൽ നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞു. CBI മധുരയിൽ ക്യാമ്പ് ചെയ്ത് ഡീറ്റെയിൽ ആയി അന്വേഷിച്ചു. ഒടുക്കം സർക്കിൾ ഇൻസ്പെക്ടറും 3 സബ് ഇൻസ്പെക്ടറും 4 കോൺസ്റ്റബിൾമാരും 2 ഹെഡ് കോൺസ്റ്റബിളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന പോൾ ദുരൈ ജയിലിൽ വെച്ച് കൊറോണ വന്ന് മരിച്ചു. 2020 സെപ്റ്റംബർ 20 CBI ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അതിനിടെ തമിഴ്നാട് ഗവൺമെന്റ് മരിച്ചവർക്കായി 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകി. 2026 ഏപ്രിൽ 6 മധുര അഡീഷണൽ സെഷൻ കോടതി ഇന്ത്യയിൽ കോളിളക്കം സൃഷ്ടിച്ച കേസിന്റെ വിധി വായിക്കാൻ ആരംഭിച്ചു. വളരെ നിശബ്ദമായി കോടതിയിൽ വിധി കേൾക്കാനായി ജനം തടിച്ചു. കുറ്റം ചെയ്ത 9 പോലീസുകാരും പ്രതികളായ ഈ കേസ് റെയറസ്റ്റ് ഓഫ് റെയർ കേസ് എന്ന് ജഡ്ജി വിശേഷിപ്പിച്ചു. നിയമം സംരക്ഷിക്കേണ്ട നിയമപാലകർ നടത്തിയ നരനായാട്ടിന് ആ ജഡ്ജി വിധിച്ചത് തൂക്കുകയർ. പ്രതിയായ 9 പേരെയും മരണം വരെ തൂക്കിക്കൊല്ലുക. മുഖ്യപ്രതിയായ ശ്രീധരന് ഇതുകൂടാതെ 15 ലക്ഷം രൂപ പിഴയും. ശിക്ഷാവിധി കേട്ട ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്.
മരണകാരണം കസ്റ്റഡിയിൽ നിന്നുള്ള പീഡനങ്ങളല്ല എന്നും ഹൃദയ സംബന്ധമായ അസുഖവും അതുപോലെ ശ്വാസകോശത്തിലെ പ്രശ്നവുമാണെന്ന് പോലീസുകാർക്ക് വേണ്ടി വാദിച്ചു. എന്നാൽ പോലീസിനെതിരെ ശക്തമായ തെളിവുകളായിരുന്നു അവിടെ നിരത്തി വച്ചിരുന്നത്. ജയരാജന്റെ ഭാര്യ സെൽവറാണിയുടെ കണ്ണീരിനും നിയമ പോരാട്ടത്തിനും നീതി ലഭിച്ചു. എന്നാൽ ഇവർക്ക് എപ്പോൾ തൂക്കുകയർ ലഭിക്കും? ജയരാജനും ബെനക്സിനും നീതി ലഭിച്ചോ അതോ ലഭിക്കുമോ? നമുക്ക് നോക്കാം. ഇവിടെ മധുരൈ സെക്ഷൻ കോടതിയാണ് തൂക്കുകയർ വിധിച്ചത്. പ്രതികൾക്ക് അപ്പീലുമായി ഹൈക്കോർട്ടിലേക്ക് പോകാം. അവിടെ വെച്ച് വാദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തൂക്കുകയർ ജീവപര്യന്തമാക്കാം. ഇനി ഹൈക്കോടതി ജില്ലാ കോടതിയുടെ തീരുമാനം ശരിവെച്ചാൽ പ്രതികൾക്ക് സുപ്രീം കോടതിയിൽ ഹർജി നൽകാം. അവിടെ സുപ്രീം കോടതി വിധി അംഗീകരിക്കാം. ഇനി സുപ്രീം കോടതി വിധി അംഗീകരിച്ചില്ല എങ്കിൽ സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജി നൽകാം. ഇവിടെ നിന്നും തൂക്കുകയറിന് മാറ്റമൊന്നുമില്ല എങ്കിൽ ഇവർക്ക് ഗവർണർക്കും പ്രസിഡന്റിനും ദയാഹർജി നൽകാം. വളരെ റെയർ കേസുകളിൽ മാത്രമേ ഈ തൂക്കുകയർ അവർ അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ 9 പോലീസുകാർക്കും തൂക്കുകയർ ലഭിക്കുമോ? ഇനി ഈ കടമ്പകളൊക്കെ കടന്ന് അവർക്ക് തൂക്കുകയർ തന്നെയാണെങ്കിൽ ഈ തൂക്കുകയർ ഇവർക്ക് ലഭിക്കാൻ എത്ര വർഷം എടുക്കും? കുറഞ്ഞത് 20 വർഷം. ഈ 20 വർഷം കഴിയുമ്പോൾ ജയിലിൽ നിന്ന് തന്നെ ഇവർ ചിലപ്പോൾ മരിച്ചിരിക്കാം. 20 വർഷം കഴിഞ്ഞ് ഈ വിധി നടപ്പിലാക്കുമ്പോൾ ചിലപ്പോൾ ഈ വിധിക്കായി കാത്തിരുന്നവർ ഇവിടെ ഉണ്ടാകണമെന്നില്ല. ഇത്തരത്തിൽ നീതിക്കായി പോരാടുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് കുറ്റം ചെയ്യുന്നവരുടെ ലോകമാണ്. നിങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഈ നാട്ടിലെ സിസ്റ്റം മാറണം. കുറ്റകൃത്യങ്ങളുടെ വേരുകൾ തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.